കന്യാകുമാരി ബദൽഹേം നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിൽ നിന്ന് ചാടിയ വിദ്യാർത്ഥി മരിച്ചു. നെയ്യാറ്റിൻകര സ്വദേശി ആൻസി ജി കുക്കുവാണ് മരിച്ചത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കോളേജിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവന്നതിന് അധ്യാപിക ശകാരിച്ചതിലെ മനോവിഷമമാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് കുടുംബം പറയുന്നു. സനിസ ശോഭാചന്ദ്ര ചേരുകയാണ്. സനിസ, പറയാം വിശദാംശങ്ങൾ. സംസ്ഥാനത്തെ ബത്ലഹേം നഴ്സിംഗ് കോളേജിൽ കെട്ടിടത്തിൽ നിന്ന് ചാടിയ മലയാളി വിദ്യാർത്ഥിനിയാണ് ഇന്ന് മരിച്ചിരിക്കുന്നത്. നെയ്യാറ്റിൻകര കത്തിപ്പാറ സ്വദേശിനി അൻസിജിയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കോളേജിലെ 3ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു. കോളേജ് അധികൃതരുടെയും അധ്യാപകരുടെയും നിരന്തരമായ മാനസിക പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. കുടുംബത്തിന്റെ പരാതിയിൽ ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. കന്യാകുമാരി ജില്ലയിലെ കരുങ്കലിൽ പ്രവർത്തിക്കുന്ന കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം അൻസിജി താഴേക്ക് ചാടിയത്. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോളേജിൽ മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നതിന് നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇത് ലംഘിച്ച് മൊബൈൽ ഫോൺ കൊണ്ടുവന്നതിൽ കോളേജ് പ്രിൻസിപ്പൽ ഷീജ വിദ്യാർത്ഥിനിയെ മറ്റ് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് ശകാരിക്കുകയും മാനസികമായി പീഡിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഹോസ്റ്റലിൽ മോശം ഭക്ഷണം നടന്നതിനെ തുടർന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അൻസിജ അടങ്ങുന്ന വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു. ഇതിന്റെ പ്രതികാര നടപടി എന്നോണം മാനസികമായി വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ഉപദ്രവിച്ചിരുന്നതായി പോലീസിൽ നൽകിയ പരാതിയിൽ കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. കുടുംബം ഇപ്പോൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ ഷീജയ്ക്കും കോളേജ് മാനേജ്മെന്റിനുമെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥിയുടെ മരണം കൂടി നടന്ന സ്ഥിതിക്ക് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അരുണ്യ.